നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് സജ്ജരായി കഴിഞ്ഞു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നോ നാളെയോ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ കേരളം എടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്. കേരളം എന്ന സംസ്ഥാനത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാ തവണത്തെയും പോലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കയ്യാങ്കളിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ ഉണ്ടാകുന്ന അടി, പിടി, വെട്ട്, കുത്ത് തുടങ്ങിയവയെ നേരിടാൻ കേരളമെന്ന സംസ്ഥാനം നമ്മൾ തയ്യാറായി ഇരിക്കണം. ഇതിനുവേണ്ടി ചില മുൻകരുതലുകൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത്, കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും, അത് ഡിസ്പെൻസറി ആവാം, അതുപോലെ താലൂക്ക് ആശുപത്രികളാവാം, ജില്ലാ ആശുപത്രികളാകാം, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ എന്നിവ എല്ലാ സർക്കാർ ആശുപത്രികളിലും കുറച്ച് ബെഡുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കിയിട്ടിരിക്കണം. പിന്നെ ആ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റു സ്റ്റാഫുകൾ ഒരു യുദ്ധാടിസ്ഥാന കാലഘട്ടത്തിൽ ഏത് നിമിഷവും എന്തും നേരിടാനുള്ള തയ്യാറെടുപ്പോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക. കൂടുതലൊന്നും വേണ്ട, ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ 3 ദിവസത്തേക്ക് കലാപരിപാടികൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. പിന്നെ എല്ലാ മണ്ഡലങ്ങളിലും സംശയമുള്ള സ്ഥലങ്ങളിൽ 108ന്റെ ആംബുലൻസ് തയ്യാറായി നിൽക്കുക. ഒന്നോ അതിലധികമോ തയ്യാറായി നിൽക്കുന്നത് നല്ലതാണ്. പിന്നെ ഡിവൈഎഫ്ഐയോട് പറയാനുള്ളത്, നിങ്ങൾ 2-3 ദിവസത്തേക്ക് കൊടുക്കുന്ന പൊതിച്ചോറിന്റെ എണ്ണം ഒന്ന് കൂട്ടുന്നത് നല്ലതായിരിക്കും. ആശയം കൊണ്ട് നമ്മൾ നേരിടുന്നവരാണെങ്കിലും അവരും നമ്മളെ സഹോദരങ്ങളാണ്. സർക്കാർ ആശുപത്രികളിൽ ചിലപ്പോൾ പട്ടിണി അടയ്ക്കേണ്ടി വരില്ല. കാരണം ഈ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരാട്ടമാകുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അവർക്ക് സമയത്ത് ആഹാരം എത്തിക്കുക എന്നുള്ളൊരു ചുമതല ഡിവൈഎഫ്ഐ ഏറ്റെടുക്കണം. പിന്നെ സഖാക്കന്മാരോട് പറയാനുള്ളത്, നമ്മൾ ഗാലറിയിൽ കളി മാത്രം കണ്ടാൽ മതി. അവർ ഗോൾ അടിക്കുകയോ അവർ ഗോൾ അടിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, അത് നമ്മുടെ വിഷയങ്ങളല്ല. പിന്നെ കേരളത്തിലെ പോലീസിനോട് പറയാനുള്ളത്, കഴിവതും നിങ്ങൾ അതിലോട്ട് ഇടപെടാതിരിക്കുക. കാരണം നാളെ അവർ വേണമെങ്കിൽ പറയും, പിണറായിയുടെ പോലീസ് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചു എന്നൊക്കെ വരും. പിന്നെ ഇതിനിടയിൽ ചുമന്ന മഷിക്കുപ്പി വരും. അങ്ങനെ പല കലാപരിപാടികൾ അവർ നടത്തും. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ പൊതുജനങ്ങൾക്കും ഇതിലൊരു കാര്യമുണ്ട്. കാരണം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ചിന്തിക്കണം, അധികാരമോഹികളായ ഈ കോൺഗ്രസ്സുകാരുടെ കൈകളിലേക്ക് ഭരണം എത്തിയാൽ കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമങ്ങൾ ഇവർ പരിഹരിക്കോ അതോ തമ്മിലടിക്കോ, അധികാരത്തിന് വേണ്ടിയിട്ട് കുതികാല് വെട്ട്, പാരവെപ്പ് തുടങ്ങിയ കലാപരിപാടികൾ നടത്തുമെന്നൊക്കെ ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുമോ? കണ്ണൂരിന്റെ സീറ്റിന്റെ കാര്യത്തിൽ കെ സുധാകരൻ ജയിക്കുമോ? KPCC ജയിക്കുമോ? ഹൈക്കമാൻഡ് ജയിക്കുമോ? അതല്ലെങ്കിൽ കെ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ? കെ സുധാകരന്റെ കോലം സണ്ണി ജോസഫിന്റെ ആൾക്കാർ കത്തിക്കുമോ? സണ്ണി ജോസഫിന്റെ കോലം കെ സുധാകരന്റെ ആൾക്കാർ കത്തിക്കുമോ? അതുമല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കോലം VD സതീശന്റെ ആൾക്കാർ കത്തിക്കുമോ? ഇതെല്ലാം കണ്ട് രമേശ് ചെന്നിത്തല ഊറിച്ചിരിക്കുമോ? ഇങ്ങനെയുള്ള കുറെ കലാപരിപാടികളും നമ്മൾ കാണാൻ സജ്ജരായിട്ടിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിൽ മിക്കവാറും വെള്ളിയാഴ്ചയാവാനാണ് ചാൻസ് പെരുന്നാൾ. ചിലപ്പോൾ വ്യാഴാഴ്ചയാകാനും ചാൻസ് ഉണ്ട്. എന്ത് വന്നാലും തക്ബീർ വിളി കേട്ടാൽ ഉടനെ കവർ എടുത്തുകൊണ്ട് ഇറച്ചി വിടാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ഓടരുത്. ശ്രദ്ധിക്കണം, ഇത് പള്ളിയിൽ നിന്ന് വിളിച്ച തക്ബീർ വിളിയാണോ ലീഗ് ഓഫീസിൽ നിന്ന് വിളിച്ച തക്ബീർ വിളിയാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കവർ കൊടുത്തുകൊണ്ട് ഓടാൻ. കാരണം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു തക്ബീർ വിളിയുണ്ട്. ആ വിളി തന്നെയാണ് പെരുന്നാളാകുമ്പോഴും നമ്മൾ മുസ്ലിങ്ങളെ വിളിക്കുന്നത്. അപ്പൊ അത് സൂക്ഷിച്ചിട്ട് വേണം അങ്ങോട്ട് ഓടാൻ. അപ്പൊ ഇങ്ങനെ ചില മുൻകരുതലുകൾ കേരളം എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഓക്കിയെയും നിപ്പയെയും പ്രളയത്തെയും കൊറോണയെയൊക്കെ അതിജീവിച്ചവരാണ്. നമ്മൾ ഈ കോൺഗ്രസിന്റെയും ഈ UDFന്റെയും ഒക്കെ ഈ തമ്മിലടിയും ഈ കുതികാല് വെട്ടുമൊക്കെ നമ്മൾ അതിജീവിച്ചിരിക്കും. ഒരു മാറ്റവുമില്ല. അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു.